ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനിപ്പോ ഒരു വഴക്കിന് തയ്യാറല്ലാത്തത് കൊണ്ട് ക്ഷമിക്കുന്നു. ഞാൻ മന്ത്രിസഭയിലേക്കാ പോകുന്നത്. അതാ ക്ഷമിക്കുന്നത്. പിന്നെ മലമറിക്കാൻ പോവല്ലേ മന്ത്രിസഭയിലേക്ക്? കക്കാനും കൈയിട്ട് വാരാനും ദൈവം ഓരോരുത്തർക്ക് ഓരോ അവസരം കൊടുക്കും. അച്ഛനെ കട്ടിലിൽ കിടത്തിയിട്ട് കയറിയതല്ലേ ഈ കസേരയിലേക്ക്. എടീ, മര്യാദകട് പറഞ്ഞാലുണ്ടല്ലോ. ഋതുമോള് പറഞ്ഞതില് എന്താ തെറ്റ്? ഏട്ടൻ വീഴാൻ കാത്തിരുന്നത് പോലെയാ നിങ്ങളുടെ മന്ത്രി കസേരയിലേക്കുള്ള തള്ളിക്കയറ്റം. ഏട്ടനെ നിങ്ങളും നിങ്ങളുടെ മകനും ചേർന്ന് വീഴ്ത്തിയിട്ടതാണോന്ന് എല്ലാവർക്കും സംശയമുണ്ട്. ദേ, ഞാനൊരു മന്ത്രി ആയി പോയതിലേ അസൂയുണ്ടെന്ന് കരുതി എന്ത് തോന്നിയാസം പറഞ്ഞേക്കാന്ന് കരുതരുത്. എപ്പോഴും എനിക്ക് കൺട്രോൾ കിട്ടണമെന്നില്ല. ചേച്ചി, അച്ഛാ, ചേച്ചി ഓഫീസിലേക്കല്ലേ പോകുന്നത്? അതെ മോനെ. ഒരു ശ്രീകോവിലേക്ക് കയറുന്ന പരിശുദ്ധിയോട് വേണം ആ ഭരണസിരാ കേന്ദ്രത്തിന്റെ ഓഫീസിലേക്ക് കയറാൻ. ആ സമയത്ത് ചേച്ചി വഴക്കിന് നിൽക്കുന്ന എന്തിനാ? സോറി മോനെ, ചേച്ചി പോയിട്ട് വരാം. ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയോട് വഴക്കിന് ചെല്ലരുതെന്ന്. അച്ഛാ, വെറുതെ വഴക്കിന് ചെന്നതല്ല. അച്ഛനറിയോ? ഏയ് വേണ്ട. ചേച്ചിക്കെതിരെ നീ എന്തു പറഞ്ഞാലും ഞാനത് കേൾക്കുകയില്ല, വിശ്വസിക്കുകയില്ല. അച്ഛനും അമ്മയും ഇട്ടേച്ചു പോയപ്പോ ഞങ്ങളെ കാത്തുരക്ഷിച്ച കൂടെ പിറപ്പാവര്. എനിക്കവര് എല്ലാം ആണ്. ഒരു സെക്കൻഡ് കൊണ്ടാ ആ രുക്മിണി ആന്റിയുടെ സ്വഭാവം മാറിയത്. രാധമ്മയ്ക്കെതിരായി. അവരെപ്പോ സ്നേഹം നടിച്ച് രാധമ്മയുടെ അടുത്ത് കൂടുന്നോ അതെന്തെങ്കിലും പ്രശ്നത്തിലെ തീരൂ. സിൻസിയറായിട്ടല്ല അവർ നമ്മുടെ വീട്ടിൽ വരുന്നത്. ഞാൻ ആ നാശം പിടിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാത്തതിന്റെ വൈരാഗ്യം ആ സ്ത്രീക്ക് ഉണ്ടാവും. അവരെ സത്യത്തിൽ നമ്മുടെ ശത്രുവാ. അതെത്ര പറഞ്ഞാലും എന്റെ അമ്മയ്ക്ക് മനസ്സിലാവില്ല. രാധമ്മ വെറും പാവ രാജു. ഋതു, എനിക്ക് മറ്റൊരു ഡൗട്ട് കൂടിയുണ്ട്. ഈ രുക്മിണിയും അംബികയും പണ്ട് മുതലേ കമ്പനിയാ. നമുക്കിട്ട് വെക്കുന്ന പല വേലവെപ്പിനും രുക്മിണിക്ക് അംബികയുടെ വക അഡ്വൈസ് ഉണ്ട്. അത് രാജു പറഞ്ഞത് ശരിയാ. ഇതിന്റെ അണിയറ ശില്പി അംബികാവർമ്മ തന്നെയാ. ഋതു എന്താ ആലോചിക്കുന്ന? എനിക്ക് ആകെ ഒരു ടെൻഷൻ. എന്തൊക്കെയോ വലിയ വലിയ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നത് പോലെ.